അവരോട് അലിവും ബഹുമാനവും തോന്നി. അങ്ങനെ കൊച്ചു പൗലോസ് നാടറിയപ്പെടുന്നൊരു കത്തനാരച്ചനായി മാറി. അങ്ങനെയാണ് കടമറ്റത്ത് കത്തനാരെന്നും അങ്ങനത്തെ പേര് വീണത്. അങ്ങനെ ഈ കടമറ്റത്ത് കന്നഡ ഒരുപാട് പ്രേതഭൂത പിശാചുക്കളെയും ഒഴിപ്പിച്ചു. അങ്ങനെ ഈ ഒരു കാട്ടിൽ കല്യങ്കാട്ട് നീലി എന്നറിയപ്പെടുന്ന ഒരു ഭീകരായ രക്ഷി അവിടെ വന്നുപെട്ടു. അതുവഴി പോകുന്ന മിക്ക ആൾക്കാരെയും ചുണ്ണാമ്പ് ചോദിച്ചവനെ വശീകരിച്ച് കൊണ്ടുപോയി ചോര കുടിക്കുകയാണ് പതിവ്. കൊച്ചു പൗലോസിനെ കണ്ടതും കടമറ്റത്ത് കത്തനാരെ കണ്ടതും ചുണ്ണാമ്പ് ചോദിച്ചു. ചുണ്ണാമ്പ് കൊടുത്തപ്പോൾ കത്തനാരുടെ ശക്തിയിൽ മുട്ടുമടക്കിയ ഈ കല്യങ്കാട്ട് നീലിയുടെ തറയിൽ ഇരുമ്പാണി നിറച്ചു. അങ്ങനെ കത്തനാർക്ക് അവരോട് അലിവ് തോന്നി. നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല, പക്ഷെ നീ എന്നോടൊപ്പം വന്നാൽ നിനക്ക് ജീവിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞതും കത്തനാരുടെ പിന്തുടർന്ന് നീലിയും പുറപ്പെട്ടു. അങ്ങനെ നീലി ഉടൻ തന്നെ നീലിയും കത്തനാരച്ചനും നേരെ ചെന്ന് പെട്ടത് ഒരു വൃദ്ധയായൊരു സ്ത്രീയുടെ മുമ്പ് ആ സ്ത്രീയുടെ വീട്ടിലായിരുന്നു. നേരത്തെ കണ്ട മുത്തശ്ശിയുടെ വീട്ടിൽ. അങ്ങനെ മുത്തശ്ശി അവരെ കണ്ടതും ആരാണെന്ന് ചോദിച്ചു. അങ്ങനെ മുത്തശ്ശിക്ക് നാട്ടുവർത്താനം പറഞ്ഞിരിക്കാനായിട്ടൊരു സ്ത്രീയെ വേണമെന്ന് പറഞ്ഞില്ലേ, അതാണിത്. പേര് നീലി.